അങ്ങനെ നമ്മൾ അർമേനിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയിലേക്ക് പോവുകയാണ്. അർമേനിയയിലെ ജിനോസൈഡ് മ്യൂസിയമാണിത്. ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ, അർമേനിയൻ ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ജിനോസൈഡാണ്. അതായത് ജിനോസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വംശഹത്യ. അതായത് പണ്ട് നാസികൾ നമ്മുടെ ജർമ്മൻ ആൾക്കാർ ഇവരെ കൊന്നില്ല, അതായത് നമ്മുടെ ജൂതന്മാരെ കൊന്നതുപോലെ ഒരു കൂട്ടക്കൊല ഈ അർമേനിയൻ മണ്ണിലും നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് അർമേനിയ തുർക്കിയുടെ ഭാഗമായിരുന്നു. തുർക്കിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിലുള്ളവർ മുസ്ലിംസ് ആയിരുന്നു, രാജാക്കന്മാരെല്ലാം തന്നെ. അതുപോലെ തന്നെ അർമേനിയൻ ആൾക്കാർ ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുകയും പല പല കാരണങ്ങളാൽ അർമേനിയൻസ് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നതായിട്ട് തുർക്കിക്കാർക്ക് തോന്നി. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു വലിയൊരു വംശഹത്യ അവിടെ നടക്കുകയുണ്ടായി. അതിനെ ഓർക്കാനും അതിൻ്റെ ഓർമ്മകളിൽ മരിച്ചുപോയ ആൾക്കാരെ സ്മരിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു മെമ്മോറിയൽ അവരുണ്ടാക്കിയത്. 40 ലക്ഷത്തോളം ആൾക്കാർ അന്ന് മരിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു സ്തൂപത്തിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു മ്യൂസിയം കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവരുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ ഇവരിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ ജിനോസൈഡ് എങ്ങനെയാണ് നടന്നത് മുതലായ കാര്യങ്ങളൊക്കെ ആ മ്യൂസിയത്തിനകത്ത് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. എങ്ങനെയാണ് ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലെങ്കിൽ ഒരു മെമ്മോറിയൽ എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്ന് അർമേനിയ നമുക്ക് കാണിച്ചു തരികയാണ്.